പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാൻ ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മുടെ ഗുരുവഷ്ടത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ എട്ടാമത്തെയും അവസാനത്തെയായ ശ്ലോകമാണ് എടുക്കുന്നത്. ആദ്യ ശ്ലോകം, അതിന്റെ അർത്ഥം പിന്നെ നമുക്ക് വിവരിക്കാം. യസ്യ പ്രസാദാൽ ഭഗവൽ പ്രസാദോ യസ്യ പ്രസാദാത് നഗതി കുത്തോബി ത്യായം സുവം തസ്യ യശസ്ത്രീ സന്ധ്യം വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. ആത്മീയ ഗുരുവിന്റെ കാരുണ്യത്താലാണ് ഒരുവന് കൃഷ്ണന്റെ അനുഗ്രഹം ലഭിക്കുന്നത്. ആത്മീയ ഗുരുവിന്റെ കാരുണ്യമില്ലാതെ ഒരുവൻ ആത്മീയ പുരോഗതി കൈവരിക്കാനാകില്ല. അതിനാൽ ഒരുവൻ ദിവസവും 3 നേരമെങ്കിലും ആത്മീയ ഗുരുവിനെ സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്രകാരമുള്ള ആത്മീയ ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പൊ ഇത് എട്ടാമത്തെ, നമുക്ക് ഗുരു തരുന്ന എട്ടാമത്തെ രത്നമാണിത്. ഇത് ഭക്തി തത്വമാണ്. നമ്മൾ ആദ്യം മുതൽ കണ്ടു. അതിന്റെ ആ സീക്വൻസ് മനസ്സിലാക്കുക. ആദ്യം ഗുരു നമുക്ക് തന്നത് മായാ തത്വമായിരുന്നു. മായയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ മായയിൽ ബന്ധനസ്ഥനാണെന്ന് നമ്മളെ റിയലൈസ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് ഗൗരതത്വം, വിഗ്രഹത്വം ഇതെല്ലാം തന്നിട്ട് നമ്മളെ ഭക്തി ചെയ്യാൻ പഠിപ്പിച്ചു. എങ്ങനെ ഈ മായയുടെ കുരുക്കിൽ നിന്ന് നമുക്ക് എങ്ങനെ വെളിയിൽ വരാൻ പറ്റുമെന്ന് ഗുരു നമ്മളെ പഠിപ്പിച്ചു. പ്രസാദ തത്വം, അങ്ങനെ എല്ലാം ഉണ്ട്. രാധാകൃഷ്ണ തത്വം, ഭക്തിതത്വം എല്ലാം വന്നു. ഇതാണ് ഭക്തിതത്വം. അപ്പൊ ഈ തത്വങ്ങൾ പറഞ്ഞതിന് ശേഷം ഗുരു നമുക്ക് നമ്മളോട് പറയുന്നത് ഈ ഭക്തിയിൽ നമുക്ക് എങ്ങനെ പുരോഗതി കൈവരിക്കാൻ പറ്റും, അതിനെക്കുറിച്ചാണ് പറയുന്നത് എട്ടാമത്തെ അവസാനത്തേതുമായ ഈ ശ്ലോകത്തില്. അപ്പൊ ഭക്തിതത്വം പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തി എന്ന് പറയുന്ന ഒരു യാത്രയാണ്. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? ശ്രദ്ധ. നമുക്കൊരു ചെറിയ കൃഷ്ണനോടൊരു അട്രാക്ഷൻ കിട്ടി. അത് ഏതെങ്കിലും ജന്മത്തിലെ ഒരു ഭക്തിയുടെ ബീജം നമ്മുടെ ഹൃദയത്തിൽ കടന്നതായിരിക്കാം. അതിങ്ങനെ മുളയ്ക്കാൻ വേണ്ടി മുളയ്ക്കാൻ എന്ത് വേണം? അല്പം വെള്ളം വേണം, വളം വേണം, വെള്ളം വേണം. അങ്ങനെ മുളയ്ക്കാൻ വേണ്ടി കാത്തിരുന്ന ആ വിത്തിന് ഏതെങ്കിലും ഒരു ഭക്തനെ കണ്ടുമുട്ടി, അല്ലെ ഭഗവത്ഗീത കണ്ടുമുട്ടി, അല്ലെ ഭഗവന്റെ വിഗ്രഹത്തെ കണ്ടുമുട്ടി, അത് പതുക്കെ മുളയ്ക്കാൻ തുടങ്ങി. പിന്നെ അത് വളരാൻ വേണ്ടി നമുക്ക് സാധുസംഘം കിട്ടി, ഭജനക്രിയ കിട്ടി. ഇപ്പൊ നമ്മൾ അനർത്ഥ സ്റ്റൈലായിരിക്കണം നമ്മൾ. അപ്പൊ ഈ യാത്രയില് നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഏതൊരു യാത്രയിലും നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു അറിയാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ യൂസ് ചെയ്ത് ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ട്. ആ സഹായ ഹസ്തമാണ് ഗുരു. അപ്പൊ ഗുരുവിനും നമുക്ക് ഈ യാത്ര മുമ്പോട്ട് പോകണമെങ്കിൽ ഗുരുവിന്റെ സഹായം വേണം. പക്ഷെ ഇതിനകത്ത് പറയുന്ന അതിനേക്കാൾ വലുത് ആദ്യത്തിലെ പറയുന്നത് യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ. എപ്പോ വരെ ഗുരു സന്തുഷ്ടനാകുന്നില്ല അപ്പൊ വരെ ഭഗവാൻ സന്തുഷ്ടനാകില്ല. മാത്രമല്ല യസ്യ അപ്രസാദ,
പ്രസാദാത് അപ്രസാദാത്. അത് നമ്മൾ പലപ്പോഴും പറയുമ്പം തെറ്റായിട്ട് പറയുന്നുണ്ട്. എസ് എ പ്രസാദാത് ഭഗവത് പ്രസാദോ എസ് എ അപ്രസാദം എന്നുള്ളതിന് അവിടെയും പ്രസാദം. രണ്ടും രണ്ട് വാക്കാണ്. ഒന്ന് പ്രസാദം, രണ്ട് അപ്രസാദം. ആ പ്രസാദ എസ്യ എന്നുള്ളത് നീട്ടുണ്ട്. ആദ്യത്തെ എസ്യക്കില്ല, രണ്ടാമത്തെ എസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ എസ്യ പ്രസാദ്. ആയുടെ നീട്ടത്തോടുകൂടി പ്രസാദം ചേരുമ്പോൾ അത് അപ്രസാദമാകും. അപ്പൊ ആദ്യത്തെ വരിയിൽ പറയുന്നത് ഗുരു സന്തുഷ്ടനായാൽ മാത്രമേ ഭഗവാൻ സന്തുഷ്ടനാകുള്ളൂ. രണ്ടാമത്തെ വരിയിൽ പറഞ്ഞ ഗുരു ഇനി അസന്തുഷ്ടനാണെങ്കിലോ ഭഗവാനും അന്തുഷ്ടനായിരിക്കും. വേറെ ഒരു പിന്നെ നഗതി കുത്തോവി, പിന്നെ അതിന് വേറെ ഭക്തി മുമ്പോട്ട് ഒരു ഗതിയുമില്ല. അപ്പൊ ഇവിടെ ഭക്തിതത്വത്തിൽ ഗുരു പറയുന്നത് ഗുരുവിനെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ പറ്റൂ. അങ്ങനെ ഭഗവാൻ പ്രസാദിച്ചാൽ മാത്രമേ നമുക്ക് ഭക്തിയിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പം ഗുരുവിനെ നമ്മൾ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഓട്ടോമാറ്റിക്കലി സന്തോഷനാകും. ഭഗവാനെ പിന്നെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ സാധനാഭക്തി എത്ര നമ്മൾ ചെയ്താലും എന്ത് ചെയ്താലും ശരി, ഈ 192 മാല ദിവസം ജപിച്ചോട്ടെ, ഭഗവത്ഗീതയും ഭാഗവതവും കാണാതെ പഠിച്ചോട്ടെ, പക്ഷെ ഗുരു പ്രസന്നനല്ലെങ്കിൽ നമ്മളുടെ സാധനാഭക്തി കൊണ്ട് നമുക്ക് ഭഗവാനെ സന്തോഷിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. ഇത് ഭക്തി തത്വത്തിന്റെ രഹസ്യമാണ്. പലരും പറയും ഞാനും കൃഷ്ണഭക്തനാണ്, എനിക്കും കൃഷ്ണഭക്തിയുണ്ട്, നാട്ടിലൊക്കെ പലരും പറയാറുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ ആ ബീജാവസ്ഥയിൽ നിന്നും അങ്കുരിത അവസ്ഥയിൽ വരാനും മുളയ്ക്കാനും, ആ മുളച്ച അവസ്ഥയിൽ നിന്ന് വളർന്നത് ലതയായിട്ട് പോയി ആ ലത വളർന്ന് ഗോലോക വൃന്ദാവനിൽ എത്തണമെങ്കിൽ ഒരു ഗുരു വേണം. ഇല്ലെങ്കിൽ എത്ര ജന്മം ഇങ്ങനെ നടന്നിക്കൊണ്ടിരിക്കും. അപ്പൊ ഗുരുനിഷ്ഠ ഭക്തിയുടെ പുരോഗതിയുടെ അടിത്തറയാണ്. ഗുരുനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആ ഗുരുവിനെ സേവിച്ച്, ഗുരുനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഗുരുവാക്യം അനുസരിച്ച് ജീവിക്കുന്നതാണ് ഗുരുനിഷ്ഠ. ഒരിക്കല് അമേരിക്കയിൽ വെച്ച് ഈ ദീക്ഷാ സമാരോഹം നടക്കുന്ന സമയത്ത്, പ്രഭാതിന്റെ സമയത്ത് പറഞ്ഞാൽ ഒരു ദിവസം 2-3 പേർക്കൊക്കെ ദീക്ഷ. ഇപ്പൊ 200-300 പേര് ഒന്നിച്ച് നമ്മൾ ദീക്ഷ എടുക്കുന്നു. അന്ന് 2 പേര് 3 പേര്. ഇപ്പം പരംപൂജ്യ ലോകനാഥ് സ്വാമി മഹാരാജ് ഒരു ഡിവോട്ടി എടുക്കുന്ന ചോദിച്ചു, നിന്റെ പേര് ഞാൻ നാളത്തെ ദീക്ഷയ്ക്ക് എഴുതട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ആ ഡിവോട്ടി പറഞ്ഞു, ഇപ്പൊ വേണ്ട, എനിക്ക് ഗുരുനിഷ്ഠ വന്നില്ല. ഗുരുനിഷ്ഠ വന്നിട്ട് ഈ ഗുരുവിൽ എനിക്ക് നിഷ്ഠ വരണം, അതായത് പ്രഭുപാദിൽ എനിക്ക് നിഷ്ഠ വരണം, വന്നാൽ മാത്രം ഞാൻ ദീക്ഷ എടുക്കുന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ലോകനാഥ് സ്വാമി മഹാരാജ് പറഞ്ഞു ഓക്കെ. അദ്ദേഹം പോയി കഴിഞ്ഞ അടുത്ത ദിവസം മംഗലാരതിക്ക് ശേഷം ഗുരുവന്ദനം നടക്കുകയായിരുന്നു. ഗുരുവന്ദനം നടന്നുകൊണ്ട സമയത്ത് പിന്നെ ലോകനാഥ മഹാരാജ് അവിടെയുണ്ട്. അപ്പൊ ഇയാൾ ഇത് കേട്ട് ഗുരുമുഖ പത്മവാക്യം എന്നുള്ള കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോ എല്ലാവരും പാടിക്കൊണ്ട് ചെയ്യാണ്. ഇയാൾ നോക്കും ശ്രീല പ്രഭുപാദ് വ്യാസാസനത്തിൽ ഇരുന്നിട്ട് കർത്താൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ട് ഇത് കൊണ്ട് ഗുരുമുഖ പത്മവാക്യ ചിത്തരേശ്വരിയായി ഇത് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾക്കൊരു സംശയം. ഈ ഭക്തൻ ലോകസ്വാമി മഹാരാജോട് ചോദിച്ചു, നമ്മളൊക്കെ ഈ ഗുരുമുഖ പത്മവാക്യം പാടുന്ന പ്രഭുപാദിനെ കുറിച്ചല്ലേ, പ്രഭുപാദിനെ ഗ്ലോറിഫൈ ചെയ്യല്ലേ? എന്ന് പറഞ്ഞാൽ അതെ. അപ്പൊ പ്രഭുപാദ് എന്തിനാ ഇത് പാടുന്നത്? പ്രഭുപാദ് പിന്നെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ പ്രഭുപാദ് എന്തിനാ സ്വയം ഗ്ലോറിഫൈ ചെയ്യുന്നത്? പിന്നെ ലോകസ്വാമി പ്രഭുപാദ് സ്വയം ഗ്ലോറിഫൈ അല്ല, പ്രഭുപാദിന്റെ ഗുരുവിനെ സ്മരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന പ്രഭുവിന്റെ ഗുരുവിന് സമർപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു ഗുരുവിനെ, അതായത് ബാക്കി പലയിടത്തും നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഗുരുവിനെ ഗ്ലോറിഫൈ, ഗുരു അതങ്ങ് സ്വീകരിക്കുകയാണ്. ഇസ്കോണിൽ നമുക്കറിയാം എത്ര വലിയ ഗുരുവാണല്ലോ. നമ്മൾ പറയും XYZ കി ജയ് എന്ന് പറഞ്ഞാൽ അവരുടനെ തന്നെ പറയും ശ്രീല പ്രഭാത് കി ജയ്, അല്ലെങ്കിൽ അനന്തകോടി വൈഷ്ണവർക്ക് അവർക്ക് സമർപ്പിക്കും. ഈ സമർപ്പണ ഭാവം, ഈ ഗുരുനിഷ്ഠ അദ്ദേഹത്തിന് ഒരുപാട് ആകർഷിച്ചു. ഉടനെ ലോകനാഥ് പറഞ്ഞു, നാളത്തെ ദീക്ഷ എന്റെ കൂടെ പേര് ഇൻക്ലൂഡ് ചെയ്യാവും. അപ്പൊ ലോകനാഥ് ചോദിച്ചു, ഇന്നലെ നിന്നോട് ഞാൻ പറഞ്ഞപ്പോൾ നീ മല ചെയ്താൽ ഇന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞു, ശ്രീല പ്രഭുപാദിന്റെ ഗുരുനിഷ്ഠ, ആ ഗുരുനിഷ്ഠ മതി എനിക്കിനി മുമ്പോട്ട് പോകാൻ. അപ്പൊ എന്റെ ഗുരുവിനെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അത്ര ശ്രീല പ്രഭുപാദ് അത്രമാത്രം ഗുരുനിഷ്ഠയുള്ള വ്യക്തിയായിരുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ 22ാമത്തെ വയസ്സിൽ പറഞ്ഞ ആ കാര്യം സാധിക്കാൻ 70ാമത്തെ വയസ്സിൽ അദ്ദേഹം പോയി. തന്റെ ഗുരുവിന്റെ വാക്ക്. അപ്പൊ ഗുരുനിഷ്ഠ നമ്മുടെ ഭക്തിയിൽ വളരെ അത്യാവശ്യമാണ്. ഒരു പ്രാവശ്യം ശ്രീപാന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഒരു പ്രാവശ്യം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ വ്യാസപൂജയായിരുന്നു. അപ്പൊ വ്യാസപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തപ്പോ പ്രഭുപാദ് പറഞ്ഞു 100 പേർക്കുള്ള പ്രസാദം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പ്രഭുപാദ് ഇത്രേ പറഞ്ഞുള്ളൂ. പിന്നെ തമാൽ കൃഷ്ണ മഹാരാജായിരുന്നു. തമാൽ കൃഷ്ണ മഹാരാജ് നമുക്കറിയാം, പ്രഭുപാദിന്റെ ഇടതും വലുതും എല്ലാം അദ്ദേഹമായിരുന്നു. തമാൽ കൃഷ്ണ മഹാരാജ് കിച്ചൺ ടീമിനോട് പറഞ്ഞു, നമുക്ക് വൈകിട്ട് ഡിന്നറിന് 100 പേർക്കുള്ള ഇത്ര ഐറ്റം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു.
അപ്പൊ ഗുരുമാർ അന്ന് രാവിലെ എങ്ങാണ്ട് പിന്നെ പ്രഭാത് പറഞ്ഞു, നമുക്ക് പ്രസാദം ഉച്ചയ്ക്കാണ് വേണ്ടത്. ഉച്ചയ്ക്ക് ഗുരുപൂജ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പ്രസാദം കൊടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ തമാൽ കൃഷ്ണ മഹാരാജ് ഇത് പറയാൻ കിച്ചണിൽ പറയാൻ മറന്നുപോയി. ഒരു 10:30 ആയപ്പം പ്രഭാത് തമാൽ കൃഷ്ണ മഹാരാജോട് ചോദിച്ചു, ഒരുക്കങ്ങളൊക്കെ ആയെന്ന് ചോദിച്ചു. ആയെന്ന് പറഞ്ഞു. പ്രസാദത്തിന്റെ ഒരുക്കം എവിടെ വരെ ആയെന്ന് ചോദിച്ചു. ഞാൻ പോയി നോക്കിയിട്ട് അവിടെ കിച്ചണിൽ ചെന്നപ്പോൾ കിച്ചണിലെ വലിയ ഒന്നുമില്ല. അവിടെ ഇരുന്ന് ആരുടെ അരിയുന്നു ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇത്രയൊക്കെ ഉള്ളൂ. ഒന്നും തുടങ്ങിയില്ല. ഒരെണ്ണം പറഞ്ഞു, അവര് പറഞ്ഞു, ഈ മഹാരാജ് നിങ്ങളല്ലേ പറഞ്ഞത് പിന്നെ വൈകിട്ടാണ് ഡിന്നറാണ്, ഞങ്ങൾ അതനുസരിച്ച് തയ്യാറാക്കുക. തമാൽ കൃഷ്ണ പറഞ്ഞു, ഞാൻ മറന്നുപോയി പറയാൻ, പ്രഭാത് ഉച്ചയ്ക്കാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി. ഇനി 10:30 1.5 മണിക്കൂർ കൊണ്ട് 100 പേർക്ക് എന്താക്കാൻ പറ്റും? ചെപ്പൻ ഭോഗ പറഞ്ഞു 56 ഐറ്റമാണ് പ്രഭാത് പറഞ്ഞേക്കുന്നത്. കമലകൃഷ്ണമാർ പിന്നെ ശ്രീലപ്രഭാന്റെ റൂമിൽ ചെന്നു. പ്രഭു ചോദിച്ചു, ഒരുക്കങ്ങൾ എവിടെ വരെയായി? പറഞ്ഞു, കൈത് കൊണ്ട് പറഞ്ഞു, പ്രഭാത് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, അവർ തുടങ്ങിയതേ ഉള്ളൂ, താമസിക്കും, ഇങ്ങനെ ആയിപ്പോ എന്ത് ചെയ്യാമെന്ന്. പ്രഭാത് ഒരു അക്ഷരം വേണ്ടിയില്ല. എഴുന്നേറ്റ് റൂമിൽ നിന്ന് നേരെ നടന്നു, നേരെ കിച്ചണിൽ പോയി. 1.5 മണിക്കൂർ കൊണ്ട് 100 പേർക്ക് 20 ഐറ്റം പ്രഭാത് ഉണ്ടാക്കി. പ്രഭാത് തളർന്നുപോയി. ആരുടെ ഒരു അക്ഷരം ഒരു പരാതിയും പറഞ്ഞില്ല, ആരെയും കുറ്റപ്പെടുത്തിയില്ല. തന്റെ ഗുരുവിന്റെ സേവ ചെയ്യേണ്ട ഉത്തരവാദിത്വം തനിക്കാണെന്നുള്ള ബോധം പ്രഭാതിനുണ്ടായിരുന്നു. എന്റെ ഗുരു മഹാരാജന്റെ വ്യാസപൂജയാണ്, അത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാനത് ശരിക്കും എൻഷുർ ചെയ്തില്ലെങ്കിൽ അത് എന്റെ കടമയിൽ വിഘ്നം വന്നതാണ്. അതിനാരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പ്രഭാത് സ്വയം ആലോചിച്ച് നോക്കി, 70 വയസ്സുള്ള മനുഷ്യന് 20 ഐറ്റം 1.5-2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി. ആരോടൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. പ്രസാദം കഴിക്കുന്ന സമയത്ത് പ്രഭാത് ശകലെ കഴിച്ചുള്ളൂ. പറഞ്ഞു, ഞാൻ ടയർഡ് ആയിപ്പോയി, എനിക്ക് ഇപ്പൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ മനസ്സിനെന്ത്ര വിഷമം ഉണ്ടായിരിക്കാം, ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷെ ഗുരുനിഷ്ഠ അത് അദ്ദേഹത്തിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. അപ്പൊ ഇവിടെ ധ്യായസ്തു വംശ ധ്യാനിക്കുക, സ്തുതിക്കുക. എന്ത്? തസ്യ യശസ്, ഗുരുവിന്റെ യശസ് നമ്മൾ ധ്യാനിക്കുക, മനസ്സിൽ ധ്യാനിക്കുക, ഗുരുവിനെ ധ്യാനിക്കുക, ഗുരുവിന്റെ യശസ്സിനെ ധ്യാനിക്കുക, അത് പ്രകീർത്തിക്കുക, അത് ബാക്കിയുള്ളവരോട് പറയുക. എത്ര പ്രാവശ്യം? 3 സന്ധ്യം, 3 സന്ധ്യയ്ക്കും. ബ്രാഹ്മണ ദീക്ഷ എടുത്തവർക്കറിയാം, 3 സന്ധ്യയ്ക്ക് നമ്മൾ ഗായത്രി ചൊല്ലാറുണ്ട്. അതേപോലെ തന്നെ 3 നേരവും ഗുരുവിന്റെ യശസ് നമ്മൾ സ്മരിക്കണം, വർണ്ണിക്കണം. അത് ഉഷസന്ധ്യ, സായാം സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, 3 സന്ധ്യ കുറഞ്ഞത് മിനിമം അങ്ങനെ വേണം. നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ നോക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഗുരുനിഷ്ഠ ഉണ്ടാകാനാണ് പ്രഭാത് മംഗളാരതിയില് ഈ ഗുരു അഷ്ടകം ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ ഏതൊരു വ്യക്തി, ശാസ്ത്രത്തിൽ പറയുന്നത്, ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഭക്തരോട് ഒന്നിച്ചു ചേർന്നിട്ട് ഉച്ചസ്വരത്തില് ദിവസവും ഗുരു അഷ്ടകം ചൊല്ലുന്നു, ആ വ്യക്തിക്ക് ഭഗവത് ധാം പക്ക കിട്ടിയിരിക്കും. അതാണ് മംഗളാരതിയുടെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞാൽ, മംഗളാരതിയിൽ പ്രഭുപാദ് എന്തൊക്കെ ഇൻക്ലൂഡ് ഉണ്ട്? ഗുരു അഷ്ടമായാലും ശരി, നരസിംഹാർത്തി ആയാലും, തുളസിയാർത്തി ആയാലും, ജപമായാലും ശരി, ഇതെല്ലാം നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്കുള്ള അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ്. ഇതിൽ ഏത് വേണം ഏത് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ശരീരത്തിൽ നമ്മുടെ അവയവങ്ങളെ പോലെയാണ്, ഭക്തിയുടെ അവയവങ്ങളാണ് മംഗളാരത്തിയുള്ളത്. അതുകൊണ്ടാണ് ദിവസവും മംഗളാരത്തിക്ക് പോകണമെന്ന് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് അമ്പലം ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള 2-3 പേരെ വീട്ടിൽ മംഗളാരത്തി ചെയ്യാൻ പറ്റും. എല്ലാവരും വീട്ടിൽ അമ്പലം ഉണ്ടല്ലോ, ചെറിയ ക്ഷേത്രമില്ലേ? അതിനു മുമ്പിൽ ഗുരു അഷ്ടകം ചൊല്ലാം, നരസിംഹാർത്തി ചൊല്ലാം, തുളസി, എല്ലാവരുടെയും വീട്ടിൽ തുളസി ഉണ്ട്, തുളസി പൂജ ചെയ്യാം, ഒന്നിച്ചിരുന്ന് ജപിക്കാം, ചൈതന്യ ശിഷ്ടാഷ്ടകം ചൊല്ലാം, 10 നാമരാവതം ചൊല്ലാം. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എക്സ്ക്യൂസ് ആണ്, പിന്നെ ചെയ്യാൻ പറ്റാത്തതിനുള്ള കാരണങ്ങളാണ് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്. അയ്യോ, എന്റെ വീട്ടിൽ നിന്ന് 64 കിലോമീറ്റർ അമ്പലം, എനിക്കെങ്ങനെ പോകാൻ പറ്റുന്നത്? എനിക്കെങ്ങനെ പോകാൻ പറ്റുന്നത്? എങ്ങനെ ചെയ്യണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മായാദേവി നമ്മളെ സഹായിക്കുന്നത്. മായാദേവി ഇങ്ങനെ തക്കം പാത്ത് കിടക്കുകയാണ്. അതേസമയം ഇത്രയും ദൂരമുണ്ട്, നമുക്ക് എല്ലാവർക്കും ചെന്ന് നമ്മുടെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ ഭക്തി ദേവി നമ്മളെ സഹായിക്കും. ഈ അവസരത്തിലാണ് മായാദേവി നോക്കിയിരിക്കുന്നത്. ഒരിക്കല് ഒരു പുരാണത്തിലുള്ള കഥയാണിത്. ഒരു ബ്രാഹ്മണൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇത്. ഈ ബ്രാഹ്മണൻ വളരെ നിഷ്ഠവാനാണ്. എല്ലാം നിഷ്ഠ എന്ന് പറയാൻ കറക്റ്റ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എഴുന്നേക്കും. കുളിച്ച് വൃത്തിയായിട്ട് സ്വന്തം അമ്പലത്തിലെല്ലാം പൂജ ചെയ്യും.
ഗായത്രിയൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ രാവിലെ 6 മണി, ഉച്ചയ്ക്ക് 12 മണി, വൈകിട്ട് 6 മണി എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് നിഷ്ഠ. അമ്പലത്തിൽ പോകുന്ന സമയം വരുന്ന സമയം എല്ലാം മൈക്രോ സെക്കൻഡ് വ്യത്യാസം വരട്ടെ. ഒരു ദിവസം പുള്ളി ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിപ്പോയി. 12 മണിയായിട്ട് എഴുന്നേക്കാൻ മറന്നു. കിടക്കുകയാണ്. ഇനി 12 മണിയാകാൻ 5 മിനിറ്റ് കണ്ടേ ബാക്കിയുള്ളൂ. അപ്പൊ സുന്ദരിയായ ഒരു സ്ത്രീ വന്ന് പുള്ളിയെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, താങ്കൾക്ക് ഗായത്രി മന്ത്രം ജപിക്കണ്ടേ? 12 മണിയാകാൻ ഞാൻ ഉച്ചയ്ക്ക് ഇതാണ് 5. പുള്ളി അപ്പൊ നോക്കിയപ്പോഴും 5 മിനിറ്റേ ഉള്ളൂ. ഉടനെ തന്നെ പുള്ളി ചാടി എണ്ണിച്ച് മുഖമൊക്കെ കഴുകി ഇരുന്ന് ഗായത്രി ജപിച്ചു. ഗായത്രി ജപിച്ച ഈ സ്ത്രീ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഈ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ഇതിനോട് ഇവിടെ കണ്ടിട്ടില്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മായാദേവിയാണ്. അപ്പൊ ഈ ബ്രാഹ്മണൻ ചോദിച്ചു, മായാദേവി ആണെങ്കിൽ എന്നെ ഇതിന് പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഇത് ചൊല്ലാൻ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? എന്നെ ചൊല്ലിക്കാതിരിക്കാനല്ലേ നോക്കുന്നത്? നിന്റെ ഗായത്രി ഗീയത്തെയും കൊണ്ട് എനിക്കൊന്നും ഐ ഡോണ്ട് കെയർ, അതൊന്നുമല്ല. നിന്റെ നിഷ്ഠ തെറ്റാൻ പാടില്ല. ചോദിച്ചാൽ അതെന്താണ്? നിന്റെ നിഷ്ഠയിൽ നിനക്ക് അഭിമാനമുണ്ട്, ഒരു അഹങ്കാരമുണ്ട്, അത് പോകാതെ സൂക്ഷിക്കേണ്ട എന്റെ ഉത്തരവാദിത്വമാണ്. നിന്റെ സമയം തെറ്റിയായിരുന്നു നിനക്ക് പ്രായച്ചിട്ട് പശ്ചാത്താപം തോന്നിയാന്. അപ്പൊ നീ നിന്റെ ഉള്ളിലുള്ള ആ ഹ്യൂമിലിറ്റിക്ക് പെട്ടെന്ന് മലയാളത്തിൽ പറഞ്ഞ വിനയത്വം അത് കൂടും. അത് കൂടാതെ നോക്കേണ്ട എന്റെ ഉത്തരവാദിത്വമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? സമയത്തിന് ജപിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിലെ അഭിമാനം, അഹങ്കാരം, ഞാൻ ഞാൻ കറക്റ്റ് 12 മണിക്ക് ജയിക്കും, 6 മണിക്ക് വയ്ക്കും, 4 മണിക്ക് എണ്ണിക്കും, അത് ചെയ്യും. ആ അഭിമാനം അത് പോകാതെ സൂക്ഷിക്കേണ്ട മായാദിയുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ നമ്മള് മംഗളത്തിൽ പോകാതിരിക്കുന്നതാണ് മായാദേവിക്ക് ഇഷ്ടം. പോകാതിരിക്കാൻ നമ്മൾ ഉപാധികൾ മനസ്സിൽ കാണുമ്പോൾ മായാദേവി പറയും, ഓ ഗുഡ് ഗേൾ അല്ലെ ഗുഡ് ബോയ്, പോകണ്ട മോനെ, ഭയങ്കര മഴയാ, ഇന്ന് പോയില്ല, എന്താ പറ്റുന്നത്? രാവിലെ 4 മണിക്ക് ചുട്ടുമുടി കിടന്ന് ഉറങ്ങുക. നീ ഒരു 10-15 വർഷം കൊണ്ട് ജീവിച്ചിരിക്കും, 2 വർഷം 5 വർഷം കഴിഞ്ഞിട്ട് തുടങ്ങാം. നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരുത്തുന്നത് മായയാണ്. അപ്പൊ മായാദേവിയുടെ ചിന്ത അല്ലെങ്കിൽ യോഗമായയുടെ നമ്മൾ വെച്ച ചിന്ത മായാദേവിയാണോ യോഗമായയുടെ ആണോ എങ്ങനെ അറിയുന്നത്? ഈ 2 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്ന്, ഏത് ചിന്തകളാണോ നമ്മളെ കൃഷ്ണനിൽ ദൂരെ കൊണ്ടുപോകുന്നത്, ഏത് ചിന്തകളാണോ കൃഷ്ണനിലേക്ക് അടുപ്പിക്കുന്നത്, അത് നോക്കണം ചിന്തകൾ വരുമ്പോൾ. അപ്പൊ നമ്മൾ രാവിലെ അലാം വെച്ച് 4 മണിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഒന്നും മലയാളം ഇന്ന് ഉണക്കണ്ട, ഇത് ഉടനെ ചിന്തിക്കണം, ഇതെന്നെ കൃഷ്ണനെ അടുപ്പിക്കുകയാണ്, കൃഷ്ണൻ അകറ്റുകയാണ്. അകറ്റുകയാണെങ്കിൽ അത് മായയാണ്, അടുപ്പിക്കുകയാണെങ്കിൽ അത് യോഗമായാണ് അല്ലെങ്കിൽ മഹാമായാണ്. അതേപോലെ നമ്മുടെ ഉള്ളിൽ അനർത്ഥങ്ങൾ, കാമ, ക്രോധം, മോഹലോ, മത്സ്യം, നമ്മളുടെ ചിന്തകള്, നമ്മളുടെ പ്രവൃത്തികള് കൃഷ്ണനിലേക്ക് അടുപ്പിക്കുന്നതാണെങ്കിൽ ആലോചിച്ചോണം, ഇത് നമ്മളെ യോഗമായി ഹെൽപ്പ് ചെയ്യാണ്, അല്ലെ ഭഗവാൻ ഹെൽപ്പ് ചെയ്യാണ്. ഭഗവാൻ നേരിട്ട് ഹെൽപ്പത്തില് യോഗമായി ഹെൽപ്പ് ചെയ്യുന്നത്. അല്ല എങ്കിൽ ഇപ്പൊ ഇവിടെ ഈ ബ്രാഹ്മണന്റെ കഥ പറഞ്ഞതിനകത്ത് ബ്രാഹ്മണൻ 12 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോ എണ്ണിച്ചപ്പം വിളിച്ചുണർത്തി കഴിഞ്ഞപ്പം അതിന്റെ കാരണം എന്താണ്? ആ അനർത്ഥങ്ങൾ അവന്റെ ഉള്ളിൽ നിന്ന് പോകാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ഭക്തിയിൽ ഓരോന്ന് റെക്ടിഫൈ ചെയ്തിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഭക്തി മുമ്പോട്ട് ഒരു യാന്ത്രികമായിട്ടെല്ലാം ചെയ്യരുത്. നിങ്ങൾ ജപിച്ച് കഴിയുമ്പോൾ 1 മിനിറ്റ് ആലോചിക്കുക, ഇന്ന് എന്റെ ജപം ഞാൻ എങ്ങനെയാണ് ചെയ്തത്? ഈ ജപത്തിൽ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഉറങ്ങിപ്പോയോ? വർത്താനം പറഞ്ഞോ? മൊബൈൽ നോക്കിയോ? ശ്രദ്ധ പതറിപ്പോയോ? അടുത്ത ദിവസം ഇരിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക, ആ തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. തന്റെ ഗുരുവിനോടും പ്രഭുപാദയോടും നിത്യാനന്ദരോടും മാപ്പ് അപേക്ഷിക്കുക. പ്രഭു, ഇന്നത്തെ എന്റെ ജാപജപത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ അറിയാതെ ഞാൻ മൊബൈൽ നോക്കിപ്പോയി, അല്ലെങ്കിൽ ഞാൻ വർത്താനം പറഞ്ഞു പോയി, ഇടയ്ക്ക് മാല് വെച്ചിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, എന്നോട് പൊറുക്കണം. ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അടുത്ത ദിവസം ഇരിക്കുമ്പോൾ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുക, ഇനി ഞാൻ ഇന്ന് ജപിക്കുമ്പോൾ മൊബൈൽ നോക്കത്തില്ല, അല്ലെ ആരോടും വർത്താനം പറയില്ല. ഞാനൊരു കാർഡ് അടിച്ചു, നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഞാനൊരു കാർഡ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് ജപിച്ചായിരിക്കും എന്റെ പോക്കറ്റിൽ വെക്കുന്നതാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം, പോക്കറ്റ് വെച്ചാലും കുഴപ്പമില്ല. ഇതാണ് കാർഡ്. ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, സോറി സോറി സോറി, ഐ ആം സോറി ദാറ്റ് ഐ ആം അണേബിൾ ടു സ്പീക്ക് വിത്ത് യു റൈറ്റ് നൗ ആസ് മൈ ചാൻഡിങ് നോട്ട് യെറ്റ് കംപ്ലീറ്റ്. എന്നോട് ക്ഷമിക്കണം, ആർക്കും ഇംഗ്ലീഷ് മനസ്സിലായില്ലെന്ന് വിചാരിച്ച മലയാളത്തിൽ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല, കാരണം ഇതുവരെ എന്റെ ജപം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇഫ് ഇറ്റ് ഈസ് നോട്ട് വെരി അർജന്റ് മേ ഐ കാൾ യു ലെറ്റർ. ഇത് ഒരുപാട് അർജന്റ് അല്ലെങ്കിൽ ഞാൻ എന്റെ ജപം കഴിഞ്ഞിട്ട് നിങ്ങളോട് വിളിക്കട്ടെ, പ്ലീസ് പാടാം, എന്നോട് ക്ഷമിക്കണം, ഹരേ കൃഷ്ണ. ഇത് ഒരു സൈഡിൽ ഇംഗ്ലീഷും ഒരു സൈഡിൽ ഹിന്ദിയുണ്ട്. ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ, മുझे खेद है कि मैं आपसे बात नहीं कर सकती. ഇത് ഞാൻ എന്റെ പോക്കറ്റ് വെച്ചിട്ട് ജപിക്കാതിരിക്കുന്നത്. ആരെങ്കിലും വർത്താനം പറയുവാനോ വരാനാണെങ്കിൽ ഇതെടുത്ത് ഞാൻ കാണിക്കും. എന്റെ സീനിയർ ഡിവോട്ടീസ് ആണ്, കൗൺസിലറൊക്കെ ആണെങ്കിൽ ഇത് ഞാൻ കാണിക്കില്ല. കാരണം അവരെന്തെങ്കിലും സീരിയസ് വിഷയത്തിനെ വരത്തുള്ളൂ.
ഇപ്പൊ എല്ലാവർക്കും അറിയാം, മിക്കവാറും എനിക്ക് ജപിക്കുമ്പോൾ പത്തനംബർ ഇഷ്ടത്തോണ്ട് ആരും അങ്ങനെ ചോദിക്കാറില്ല. എന്നാൽ പുതിയ ആൾക്കാരെങ്കിലും വന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പം അമ്പലം എത്ര മണിക്കാണ് തുറക്കുന്നത്, ഞാൻ മറുപടി കൊടുക്കും. അതെന്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ വെളിയിൽ നിന്ന് വിചാരിക്കുമ്പോൾ ആണെങ്കിൽ പുതിയ ആൾക്കാർ ഒരുപാട് പേര് വരുമല്ലോ നമ്മുടെ അമ്പലത്തിൽ. അപ്പൊ പുതിയ ആൾക്കാർ വരുമ്പോൾ ചോദിക്കും, പ്രഭുജി എത്ര മണിക്ക് ഇനി അമ്പലം തുറക്കുന്ന പഠിച്ചിട്ട്, ഞാൻ പറയും 8 മണിക്കാന്ന് പറയും. അത് പറയാൻ കുഴപ്പമില്ല. അപ്പൊ ആരെങ്കിലും വന്നിട്ട് ചോദിക്കുകയാണ് ഇന്ന പ്രഭുവിനെ കണ്ടോ, ഞാൻ മിണ്ടാതിരിക്കില്ല, ഞാൻ പറയാം അതിന് മറുപടി. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും വന്നു കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും. അത് ഭഗവാനും അറിയാം. ദാറ്റ് ഈസ് എമർജൻസി, ദാറ്റ് ഈസ് റിക്വയർമെന്റ്. ഇപ്പൊ ഞാൻ എന്റെ ചിലപ്പോൾ വന്നിട്ട് വണ്ടിയുടെ താക്കോൽ വേണം, എന്തെങ്കിലും ആവശ്യം അങ്ങോട്ട് എന്റെ ഞാൻ 2 വീലറിൽ അടുത്താണെങ്കിൽ കാല് വയ്യാത്തോണ്ട്, കാലിൽ വേദന ഉള്ളപ്പോൾ തുടങ്ങിയത്, ഇപ്പൊ 2 വീലറിൽ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പ്രഭു ആർക്കോ ഗാഡി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചാവി എടുത്ത് കൊടുക്കുമ്പോൾ ചിലവരോട് പറയും എനിക്ക് 8 മണിക്ക് പോകണം, 9 മണിക്ക് പോകണം, 11 മണിക്ക് പോകണം. അത്രയും പറഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും പറയണേ ഞാൻ എന്താ എന്ന് പറഞ്ഞാൽ, ഒരു മാല ജപിച്ചതിന് ശേഷം അടുത്ത മാലയുടെ ഇടയ്ക്കുള്ള സമയത്ത് ഞാൻ ആ വീട് ബാഗിൽ നിന്ന് കൈ വെളിയിലെടുത്തിട്ട് ബാക്കിയുള്ള വർത്തമാനം പറയും, ആവശ്യമാണെങ്കിൽ മാത്രം. മാത്രമല്ല, ജപത്തിന് ശേഷം ഞാൻ അന്ന് ശ്രദ്ധാപൂർവ്വം എനിക്ക് ജപിക്കാൻ കഴിയും. ഇന്നത്തെ എന്റെ ജപം വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് പറഞ്ഞാൽ എനിക്ക് കരയാൻ തോന്നുമായിരുന്നു. ഓരോ മാല എനിക്ക് 8-9 മിനിറ്റ് എടുക്കുമായിരുന്നു. എനിക്കറിയത്തില്ല എന്താന്ന്. എന്റെ 10:30 തീരേണ്ട ജപം ഇന്ന് 11 കഴിഞ്ഞപ്പോഴാണ് തീർന്നത്. അപ്പൊ എന്നും ജപിക്കുമ്പം എന്റെ മനസ്സ് പതറിപ്പോകുന്നു, എന്റെ ശ്രദ്ധ പതറിപ്പോകുന്നു, ശരിയായി ജീവിക്കാൻ കഴിയില്ല. അതിന് ഞാൻ ചെന്നിട്ട് 3 പേരോടും, എന്റെ ഗുരുവിനോടും പ്രത്യേകിച്ച് പ്രഭുപാദിനോടും ഇത്യാദികളോട് ചെന്ന് മാപ്പ് പറഞ്ഞിട്ട് ഒരു പ്രായച്ചിത്തോടെ ഒരു മാല ഞാൻ എക്സ്ട്രാ ജപിക്കാറുണ്ട്. ഇന്നത്തെ നാമേവത്തെ ഞാൻ അശ്രദ്ധ പോലെ ജപിച്ചതിന് പ്രായച്ചിത്തോടെ ഒരു മാല കൂടി ജപിച്ച് എന്നോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ. നമ്മൾ ഇതൊക്കെ ചെയ്യണം. അല്ലാതെ 16 മാല എപ്പോഴും നോക്കിയോ 5, 10, 12, 14 ഇനി 2 ഉണ്ട് ഏതാണ്ടില്ലേ. പിന്നെ റോഡിലൊക്കെ PWക്കാർ ജോലി ചെയ്യുന്നവർ 12 മണി ആയില്ലേ, ഉണ്ണാൻ പോകണം. അല്ലെങ്കിൽ ഇപ്പൊ ഈ എന്താ ആശാവർക്ക് എന്തോ ഈ റോഡിലൊക്കെ പണിയുന്നുണ്ടല്ലോ, എന്താണ് പേര്, പെണ്ണുങ്ങളൊക്കെ ജോലി ചെയ്യുന്നത്. സമയം നോക്കിയോ 5 മണിയായാലും ചായ കുടിക്കാൻ സമയം. അതുപോലെയല്ല ജപിക്കേണ്ടത്. ജപം എന്ന് പറഞ്ഞാൽ ആത്മസമർപ്പണമാണ്. ഭഗവാനെ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. നമ്പറിന്റെ ഗെയിം അല്ലത്. 16, 18, 20 ഒക്കെ നമ്മളെ ഭഗവാന്റെ ചരണാരവിന്ദങ്ങൾ സമർപ്പിക്കുകയാണ്. നാമരൂപത്തിൽ ഭഗവാൻ അവിടെ പ്രത്യക്ഷനാണ്. എപ്രകാരം വിഗ്രഹരൂപത്തിൽ ഭഗവാൻ വരുന്നു, അതേപോലെ നാമരൂപത്തിൽ ഭഗവാൻ അവിടെയുണ്ട്. ആ ബോധ്യം നമുക്ക് വേണം. നമ്മൾ ഭഗവാനെ ഇൻവൈറ്റ് ചെയ്യാണ്, രാധായും കൃഷ്ണൻ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ അത്ര ബഹുമാന പുരുഷനും വേണ്ട നാമജപം. ഇത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഇത് സിലബസ് ഇല്ലാത്തവർ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം ഗുരുവിന്റെ മഹത്വം ഇവിടെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഗുരുനിഷ്ഠ ഉണ്ടാകണമെങ്കിൽ മംഗളാരത്തിയിൽ പോകണം. ഇങ്ങനെയുള്ള ഇപ്പൊ തന്നെ നമ്മള് ഈ ഗുരു അഷ്ടകം തന്നെ, ഇതിന്റെ അർത്ഥം നമുക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു. നമ്മൾ അങ്ങനെ എല്ലാവരും ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ചതുർവിധ പിന്നെ പ്രസാദ തത്വത്തിന്റെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ പറഞ്ഞതൊക്കെ ഓർമ്മ വരും. അല്ലെ പിന്നെ ശ്രീരാധിക മാധവിയോരപാര അത് കേൾക്കുമ്പോൾ ആ തത്വത്തിന്റെ ഓർമ്മ വരും. അതേപോലെ നമ്മൾ ചൊല്ലുന്ന അഷ്ടകത്തിന്റെയും സ്തുതിയുടെയൊക്കെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് ആ ചേതനയും ഭാവനയും അതനുസരിച്ച് വരും. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ മംഗലാരത്തിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ഗുരുഅഷ്ടം ചൊല്ലുക? അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഗുരുഅഷ്ടത്തിന്റെ മഹത്വം നമുക്കറിയില്ല. എത്രമാത്രം മഹത്വമുണ്ട് ഗുരുവിനെ സ്തുതിക്കുന്ന അറിയില്ല. അതായത് നമ്മൾ കൃഷ്ണ എന്ന് വിളിക്കുമ്പം കൃഷ്ണൻ നമ്മളെ നോക്കേണ്ട കാരണം എന്തുവാ? കോടാനുകോടിയിൽ നമ്മളേതാണ്ട് സ്പെഷ്യലിസ്റ്റ് ആണോ? അല്ല. ബ്രഹ്മാവ് വന്ന് ഭഗവാനെ വിമോഹ ലീലയ്ക്ക് ശേഷം ബ്രഹ്മാവ്, നമ്മളത് എടുത്തതാണ് ബ്രഹ്മലീല. പിന്നെ ഞാൻ പറയാണ്, ബ്രഹ്മാവ് ഒന്ന് സ്തുതിക്കുമ്പോൾ കൃഷ്ണൻ നോക്കിയില്ല ബ്രഹ്മാവിന്റെ മുഖത്തോട്ട്. കൃഷ്ണൻ അവിടെ ഇവിടെ അന്തരം കൈ ചോറുണ്ട്, അങ്ങനെ അവിടെ ഇവിടെ നോക്കും, എന്റെ കുട്ടികൾ എവിടെ, എന്റെ പശുക്കൾ എവിടെ എന്നുള്ളത്. ബ്രഹ്മാവിന് കാര്യം മനസ്സിലായി, ആൾ ഇതുവരെ നോർമൽ ആയിട്ടില്ല, ദേഷ്യം വന്നു. അപ്പോഴാണ് അഹോഭാഗ്യം നന്ദഗോപ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശ്ലോകം ചൊല്ലുന്നത്. നന്ദഗോപരുടെ ഭാഗ്യത്തെ അപ്പൊ നോക്കി എന്റെ ഭക്തന്റെ പേരുച്ചരിച്ചു. അതേപോലെ നമ്മൾ ഗുരു അഷ്ടകം ചെല്ലുമ്പോൾ, ഗുരുവിനെ സ്മരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് കൃഷ്ണൻ നമ്മളെ സ്മരിക്കും. കാരണം ഈ ഗുരുക്കന്മാരെല്ലാം ഭഗവാന്റെ ശുദ്ധഭക്തരാണ്. ഭഗവാൻ പറഞ്ഞിട്ട് ഭഗവാന്റെ സേവ ചെയ്യാൻ വേണ്ടി ഗോലോക വൃന്ദാവനത്തിൽ ഇവിടെ വന്നതാണ്. ഇവിടുത്തെ മഞ്ഞും തണുപ്പും കൊതുവും ഒക്കെ സഹിച്ച്, അസുഖങ്ങളും തപിച്ച്, കാലുവേദനയും ഒക്കെ സഹിച്ച് ഇത്രയധികം കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് ഭഗവാന്റെ സേവ ചെയ്യാൻ വേണ്ടിയാണ്. ഭഗവാൻ പറഞ്ഞതനുസരിച്ച് വന്നതായതുകൊണ്ട് അവരെ കുറിച്ച് നമ്മൾ സ്മരിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ സ്മരിക്കും. അപ്പൊ ഇവിടെ ഗുരുവിനെ ഗുരുവിന്റെ മഹത്വം നമുക്കറിയില്ല. അതായത് നമ്മൾ ഇതുവരെ, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു അഴുക്ക് ചാലി കിടക്കുകയായിരുന്നു.
ഡ്രെയിനേജിനകത്ത് കിടക്കുകയായിരുന്നു. എൻ്റെ ജീവിതമായിരുന്നു. അവിടുന്ന് ഒരു ഗുരു എന്ന് പറയുമ്പോൾ നമ്മുടെ ശിക്ഷാ ഗുരുവാകാം, ദീക്ഷാ ഗുരുവാകാം. ഏതൊരു ഭക്തന്റെയും ജീവിതത്തിൽ ഒരു 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 ഭക്തന്റെ കൈകൾ ഉണ്ടാകാം. അത് ശുദ്ധഭക്തനാകണമെന്നില്ല, മധ്യാധികാരിയാകാം. അപ്പൊ അവിടുന്ന് അത് ഗുരുവിന്റെ പ്രേരണ കൊണ്ടാണ് സംഭവിക്കുന്നത്, ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് സംഭവിക്കുന്നത്. ആ അഴുക്ക് ചാലിൽ നിന്ന് എടുത്ത് നമ്മളെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഇതുപോലെ ആക്കിയെടുത്തത് ഗുരുതത്വത്തിനെ സ്മരിച്ചിട്ട് നമ്മൾ ആരെയാണ് സ്മരിക്കേണ്ടത്? അപ്പൊ അവിടെ ഒരു കൈ എന്ന അഴുക്കാലിൽ നമ്മളെ എടുത്ത് മാറോട് ചേർത്ത് തലോടി അഴുക്കുകൾ വൃത്തിയാക്കി എടുക്കുന്ന ഗുരുവിനെ സ്മരിച്ചില്ല, പിന്നെ നമ്മൾ ആരെയാണ് സ്മരിക്കേണ്ടത്? അവിടെയാണ് നമ്മൾക്ക് ഗുരുവിനെ സ്തുതിക്കാൻ അത് വേണ്ടി അല്പം നേരത്തെ കൊണ്ടുവരാൻ കഴിയാതിരുന്ന കഴിഞ്ഞാൽ എന്താണ് അതിന്റെ നമ്മളുടെ ചേതന? അപ്പൊ അഴിക്കാലി കിടന്ന് നമ്മളെ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് ശുദ്ധമാക്കി ഭക്തി തന്ന് നാമം ജപിക്കാൻ മാലയും തന്ന് ഇരുത്തിയ ഗുരുവിന് വേണ്ടി 1 മണിക്കൂർ നേരത്തെ എണ്ണിച്ച് എന്ത് പറ്റും? അല്ലെ 2 മാല എക്സ്ട്രാ ജപിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് നമ്മുടെ കടപ്പാട് ഗുരുവിനോട് പാടില്ല. നമ്മുടെ ഭക്തി ഭക്തിയിലെ ഏറ്റവും നമ്മുടെ കടപ്പാട് നമ്മുടെ ഗുരു തത്വത്തിനോടാണ്. അപ്പൊ ഗുരുതത്വം ജയപാത പരംപൂജ ജയപാത സ്വാമിയുടെ ഒരു മാതാജി ഒരിക്കൽ ചോദിച്ചു, ആ ലെക്ചർ കേട്ടതായിരുന്നു, ഹൗ ക്യാൻ ഐ പ്ലീസ് യു? എനിക്ക് അങ്ങേ എങ്ങനെ തൃപ്തിപ്പെടുത്താൻ കഴിയും? ഒരു നിമിഷം ആലോചിക്ക് പറഞ്ഞു, നിങ്ങളുടെ ലോക്കൽ അതോറിറ്റീസ് പറയുന്ന അനുസരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ഓട്ടോമാറ്റിക്കലി ഹാപ്പി, ഞാൻ സ്വയം സന്തുഷ്ടനായിക്കൊള്ളൂ. അപ്പൊ അതിന് ഗുരുവിനെ സന്തുഷ്ടിപ്പെടുത്താൻ ഗുരു തൊട്ടടുത്ത് വേണം നിർബന്ധമില്ല. ലോക്കൽ അതോറിറ്റി ആരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന അവരെ പറയുന്ന അനുസരിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ സേവ ചെയ്ത് നമ്മൾ ജീവിച്ചാൽ മതി, ഗുരുവും ഭഗവാനും സന്തോഷമാകും. അതിന് നമ്മൾ ബോംബെ പോകേണ്ടത് അല്ലെങ്കിൽ മായാപ്പൂര് പോകേണ്ട കാര്യമില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ഭൂരിപക്ഷം പേരും ഗുരുവിനെ സ്വീകരിക്കുന്നത് ഒരു ഫാഷൻ അല്ലെങ്കിൽ ഹരിനാം ദീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഗുരുവിനെ കുറിച്ച് ഒരിക്കൽ പോലും ആലോചിക്കാത്ത ഭക്തർ നമ്മളുടെ ഇടയിലുണ്ട്. ദീക്ഷ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ തുടക്കമാണ്, അത് ഒടുക്കമല്ല, അത് മനസ്സിലാക്കുക. ഇന്നലെ വരെ നമ്മൾ അഴിച്ചുവിട്ട ഒരു കാളയായിരുന്നെങ്കിൽ ഇന്നു മുതൽ മൂക്കുകയറിട്ട കാളയാണ്. ഗുരുതത്വം നമ്മളെ മൂക്കുകയറിട്ട് വെച്ചിരിക്കുകയാണ്. 4 നിയമങ്ങൾ, അതിന് 16 മൈൽ. ഇന്നലെ വരെ ആരും ചോദിക്കില്ലായിരുന്നു. ഇന്ന് വരെ നമുക്കൊരു നാഥനുണ്ട്, അത് മറക്കരുത്. പലപ്പോഴും ആൾക്കാർ, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ദീക്ഷ കിട്ടി കഴിയുമ്പോൾ തോന്നുന്നു എനിക്കും ദീക്ഷ കിട്ടി, എനിക്കൊന്നും വേണ്ട എന്നുള്ളത്. അപ്പൊ അവിടെയല്ല, അതായത് ദീക്ഷ എടുക്കാനുള്ള ഒരു അവിഭാജ്യ ഘടകം മാത്രമല്ല ഗുരു. അത് വേണം, ശരിയാണ്. അത് തീർച്ചയായും ഒരു ഗുരുവിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദീക്ഷ കിട്ടുകയുള്ളൂ. എന്നാൽ അത് മാത്രമാണോ ഗുരു? ദീക്ഷയാണോ നമ്മുടെ ലക്ഷ്യസ്ഥാനം? ദീക്ഷ മാർഗമാണ്, ലക്ഷ്യമല്ല. ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെ എത്തിക്കഴിഞ്ഞാലും ശരി, ഗോലോക വൃന്ദാവനത്തിലായാലും ശരി, നമ്മൾ ഗുരുവിന്റെ ഷെൽട്ടറിലാണോ? നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയുന്നത്? നിങ്ങളോട് ഞാൻ ചോദിക്കണം, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ്? ഭൗതികമായ ചോദ്യമാണ്. ഏറ്റവും പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഉത്തരം പറയാമോ? ഭക്തിയിലോ ഗുരു അല്ല ചോദിക്കുന്നത്, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാ? നിങ്ങൾ ആരും ഉത്തരം പറയണ്ട, കാരണം പറയാൻ വിഷമമാണ്. 2 കാരണങ്ങളാണുള്ളത്. ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് കൊച്ചുനാളിലൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ അച്ഛനും അമ്മയായിരുന്നു. ചിലർക്ക് അച്ഛനായിരിക്കും, ചിലർക്ക് അമ്മയായിരിക്കും. കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ 10-12 ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കും, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരൻ. ചിലർക്ക് സുഹൃത്തുക്കളായിരിക്കാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ചിലർക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ട് ആവുന്ന സമയത്ത് ചോദിക്കും, എൻ്റെ ഏറ്റവും ഇല്ലാത്ത എൻ്റെ കാമുകി അല്ലെ എൻ്റെ കാമുകൻ. കല്യാണം കഴിക്കുന്ന വേറൊരാളായിട്ടാണെങ്കിലും എൻ്റെ ഭർത്താവ് അല്ലെ എൻ്റെ ഭാര്യ. അപ്പൊ എത്ര പ്രാവശ്യം നമ്മൾ നമ്മുടെ അഭിപ്രായം മാറി? അത് കഴിഞ്ഞ് മക്കള്, കൊച്ചുമക്കള് മരിക്കുമ്പോഴത്തേക്ക് ഒരു 10-15 സ്റ്റേറ്റ്മെന്റ് നമ്മൾ മാറി. ഏറ്റവും പ്രിയപ്പെട്ട ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ കാരണം, ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കും, നിങ്ങൾ പറയും ഇന്ന മോനാന്ന് പറഞ്ഞാൽ മരുമോള് വേണമെങ്കിൽ, അല്ലെങ്കിൽ മോളാന്ന് പറയാൻ മോൻ പടങ്ങുക, അല്ല അച്ഛനെന്ന് പറഞ്ഞാൽ അമ്മ വേണമെങ്കിൽ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് വേണ്ട. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ ആരും പറയണ്ട, എല്ലാവർക്കും മനസ്സിൽ അങ്ങ് ചിന്തിച്ചാൽ മതി ഏറ്റവും പ്രിയപ്പെട്ട ആരും. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ പലരോടും കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആധ്യാത്മികത്തിൽ നമുക്ക് പ്രിയപ്പെട്ടത് ആരാണ്? ഗുരു. ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ടവരല്ല ഈ ജന്മം കഴിയുമ്പോൾ നമ്മളെ വിട്ടിട്ട് പോലെ നമ്മൾ അവരെ വിട്ടിട്ട് പോവും. പക്ഷെ ഗുരു മാത്രമാണ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത്. ഗുരു ഭഗവാന് പ്രോമിസ് ചെയ്തിരിക്കുന്നത്, ഈ ആത്മാവിനെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചോളാം. അതുവരെ ഗുരു നമ്മളെ കൂടെ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് അവിടെ ചെന്നാലും ഗുരുവാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത്.
ഗുരുവിന്റെ മാത്രം നമുക്ക് മനസ്സിലാക്കണം. ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഗുരു മാത്രമേ ഉള്ളൂ. ഗുരു അതായത് നമ്മളുടെ എല്ലാ പാപങ്ങളും ഹരിക്കുന്നുണ്ട് ദീക്ഷ സമയത്ത് ഗുരു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഗുരുവിന്റെ റോൾ എന്താണ്. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക, വീട്ടിൽ ചെന്നാരോട് നിങ്ങൾ ചോദിക്കുക, ചിന്തിച്ചു നോക്കുക, ഇന്ന് നമ്മുടെ എത്ര ജന്മം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അത്രയും ജന്മത്തെ പാപം ഇന്ന് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. അപ്പൊ നമ്മളോട് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരിക്കും ഇത് എന്തെങ്കിലും സന്ദർഭങ്ങളുണ്ട്, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യമരാജ് നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ 500 ജന്മത്തെ പാപം തീരാൻ ബാക്കിയുണ്ട്. ഇനി കുറേയൊക്കെ തീരും, നിങ്ങൾ ജപിച്ചും സേവ ചെയ്ത്, ഇനി 500 ബാക്കി കിടക്കുക. ഇന്ന് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 500 ജന്മത്തെ പാപം അനുഭവിക്കേണ്ട ഒരു ശരീരമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാപം നിങ്ങൾക്ക് ഇല്ലാതാക്കാം. ഒരു ചാൻസ് ഞാൻ തരാം, ഒരു പ്രിവിലേജ്, ഒരു ഔദാര്യം തരാം. ഇത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ വീതിച്ചു കൊടുത്തു. 100 ജന്മം മക്കൾക്ക്, 100 ജന്മം ഭർത്താവിന്, 100 ജന്മം ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ 50 ജന്മം സഹോദരങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ജന്മം ഭക്തിമയമായ ജീവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ പ്ലാനറ്റിൽ പോകാം. നമ്മുടെ ആരെങ്കിലും ബന്ധുക്കാർ ആ ജന്മം എടുക്കൂ, നരകമാണ് അനുഭവിക്കേണ്ടത്. 50 60 നമ്മൾ കണ്ടിട്ടുണ്ട്. രത്നാകരന്റെ ജീവിതത്തില് രത്നാകരൻ ചെന്ന് ചോദിക്കുമ്പോൾ ഭാര്യ മക്കളും പറയുന്നത് ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വാൽമീകിയായി. നമ്മുടെ ഈ ബന്ധത്തിലുള്ള ആരെങ്കിലും നമ്മൾ ഇന്ന് വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഈ നിമിഷം വരെ നമ്മൾ ആർക്കു വേണ്ടി ജീവിച്ചോ, ആരെക്കുറിച്ച് സ്മരിച്ചോ, ആരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടെന്ന് ധരിച്ചത്, അവരാരെങ്കിലും നമ്മൾ ഒരു ജന്മത്തെ പാവം എടുക്കും. പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ 24 മണിക്കൂറിൽ ഏറ്റവും ചിന്തിക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്നതും അവർക്ക് വേണ്ടിയാണ്. പക്ഷെ ദീക്ഷ സമയത്ത് ഗുരു എന്താ ഭഗവാനോട് പറയുന്നത്? ഈ ജീവാത്മാവിന്റെ എത്ര കോടി ജന്മത്തെ പാപം ഉണ്ടെങ്കിലും ഞാൻ എടുത്തുകൊള്ളാം. ഈ ജീവാത്മാവിന് കൃഷ്ണഭക്തിയുടെ ഒരു ജീവിതം കൊടുക്കുക, ഞാൻ എടുത്തുകൊള്ളാം. ആരോഗ്യനായ ഏതെങ്കിലും ദീക്ഷ ഗുരു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് അവർ ചെയ്ത കർമ്മഫലം കൊണ്ടാണോ? അല്ല, നമ്മുടെ പാപം അവരെടുക്കുന്നതാണ്. ആ ഗുരുവിനല്ല നമ്മൾ പിന്നെ ആരെയാണ് സ്മരിക്കേണ്ടത്? ആ ഗുരുവിനെ നമുക്ക് സ്മരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഗുരുവിന്റെ റോള് മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഈ വിഷയം വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണം, അത് എൻ്റെ മനസ്സിനെ ഒരുപാട് ടച്ച് ചെയ്തൊരു ഉദാഹരണമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഈ സന്ദർഭത്തിൽ അത് പറഞ്ഞു നമുക്ക് നിർത്താം. കരിത്ര ഉള്ളിനകത്ത് പറയാനുള്ളത്, അതായത് 9 to 5 ജോലി ചെയ്യുന്ന ഒരു വ്യക്തി 5 മണിക്ക് ഓഫീസിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും ചിലപ്പോൾ അച്ഛനമ്മയെ കാണുമായിരിക്കും, ഇല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 7 മാസം ഒരു കുട്ടി ഉണ്ടെന്നിരിക്കട്ടെ. ഈ വ്യക്തി ഓഫീസിൽ നിന്ന് ഷൂ ഊരും സോക്സ് എടുത്തില്ല, സോഫയിൽ ഇരുന്നിട്ട് ആദ്യം കൊച്ചിനെ എടുക്കും. കൊച്ചവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന കൊണ്ട് കൊടുക്കും, അമ്മ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ഭാര്യ കൊണ്ട് കൊടുക്കും, ആരെങ്കിലും കൊണ്ട് കൊടുക്കും. കൊച്ചിനെ കളിപ്പിക്കും. അയ്യോ എൻ്റെ ചക്കരക്കുട്ട, മുട്ടേ മുട്ടേ എന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കും. മുട്ടൊക്കെ പറഞ്ഞ് കളിപ്പിക്കും. അപ്പോഴായിരിക്കും ഭാര്യ ചായ ഇടാനകത്ത് പോകും. ആ സമയത്ത് ഈ കൊച്ചു മുള്ളുവോ പിടുകയാലോ, ഒറ്റ വിളിയായിരിക്കും ഭാര്യയുടെ പിന്നെ സുധേ ഞെട്ടിപ്പോ, അതിനകത്ത് പോലും ഞെട്ടിപ്പോ. പുള്ളിക്കാരി ചായക്കപ്പ് ഇട്ടിട്ട് ഓടിപ്പോ. എന്താ പറ്റും? ഇവിടെ വരുമ്പോ ഇങ്ങനെ ആയിരിക്കും കൊച്ചിനെ പിടിച്ചേക്കുന്നത്. കാര്യം കൊച്ചപ്പിട്ടു അല്ലെങ്കിൽ ചൂച്ചു വെച്ചു. ആ അമ്മ ആ കൊച്ചിനെ എടുത്തിട്ട് മാറോട് ചേർത്ത് കളിപ്പിച്ച് അച്ഛൻ്റെ ഡ്രസ്സ് ചീത്തയാക്കിയോടാ കള്ള കുട്ടാന്ന് പറഞ്ഞ് ബാത്റൂമിൽ കൊണ്ടിതെല്ലാം എല്ലാം അഴിച്ച് ഇപ്പോഴല്ലേ നമ്മൾ ഡയഫ്രം ഒക്കെ വെക്കാൻ തുടങ്ങിയത്. ഡയഫ്രം എന്നാണ് എൻ്റെ പേര്. എന്താ നേരത്തെ അതൊന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നെങ്കിലും അപ്പൊ എല്ലാം അഴിച്ച് വൃത്തിയാക്കി കഴുകി എല്ലാം ഉറക്കി കൊണ്ടുവന്ന് നല്ല ഉമ്മയൊക്കെ കൊടുത്ത് ആ കൊച്ചു അപ്പിട്ടാലും ചോദിച്ചു വെച്ചാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരു അഴുക്കല്ല. അവിടെ മാതൃ സ്നേഹത്തോടു കൂടി അതിനെ കൊണ്ട് നല്ല വൃത്തിയാക്കി ഒറ്റ പ്രാവശ്യം കുറ്റപ്പെടുത്തില്ല. തമാശ വ്യക്തി പറയും, കള്ള ചെറുക്കന് അച്ഛൻ്റെ ഡ്രസ്സ് ചീത്തയാക്കി, അച്ഛൻ്റെ ഫാൻറ്റ് ചീത്തയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി കുളിപ്പിച്ച് റൂമിൽ കൊണ്ടുവന്ന് പുതിയ ഡ്രസ്സിനായിട്ട് തുടക്കി പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി കൊണ്ടു കൊടുക്കുമ്പോൾ അച്ഛൻ എന്ത് പറയും? ബാമോനെ ചക്കര കുട്ട എന്ന് പറഞ്ഞ് എടുക്കും. അപ്പൊ അമ്മ ഒരു കള്ളച്ചിരിയോടുകൂടി അടുക്കളയോട്ട് പോകും. ഈ ജോലിയാണ് ഗുരു ചെയ്യുന്നത്. കാമ ക്രോധ ലോഭ മത മാത്സര്യത്തിന്റെ അഴുക്കിനകത്ത് അപ്പിക്കകത്ത് കിടന്ന് ഉരുളുന്ന നമ്മളെ 2 കൈയും കൊണ്ട് സ്വീകരിക്കും. ഒരു അമ്മ എങ്ങനെ കുഞ്ഞിനെ എടുത്തോ അതേപോലെ ഗുരു നമ്മളെ എടുത്ത് നമ്മുടെ അഴുക്കുകളൊക്കെ തുടച്ച് വൃത്തിയാക്കി നമ്മളെ നല്ല സുന്ദരക്കുട്ടപ്പനാക്കി
കൃഷ്ണന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ജോലിയാണ് ഗുരുവിനുള്ളത്. ആ ഗുരുവിനെ നമ്മൾ സ്മരിച്ചില്ലെങ്കിൽ, ആ ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു അഷ്ടകം ചൊല്ലിയില്ലെങ്കിൽ, പിന്നെ നമ്മളെക്കാൾ വലിയ പാപികൾ ആരാണുള്ളത് ഈ ഭൂമിയിൽ? ഗുരു അഷ്ടത്തിന്റെ മഹത്വം നമുക്ക് പറഞ്ഞു കേൾക്കാൻ പറ്റത്തില്ല. അതായത് ഗുരുവിന്റെ മഹത്വം നമുക്ക് അറിയാത്തതുപോലെ തന്നെ ഗുരു അഷ്ടത്തിന്റെ മഹത്വം നമുക്കറിയത്തില്ല. ഗുരുവിന്റെ മഹത്വം എന്തുകൊണ്ട് നമ്മൾ അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെല്ലാം നിത്യസിദ്ധ ഭക്തരാണ്. എല്ലാവരും ആയിരിക്കത്തില്ലായിരിക്കും, 99%. പല ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സംബന്ധിച്ചുള്ള മിക്കവാറും എല്ലാവരും മഞ്ചരികളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അന്ന് ആലോചിക്കുക, ആ ഗോലോക വൃന്ദാവനത്തില് എത്ര സുഖമായിട്ടും സന്തോഷമായിട്ടും ഭഗവത് ലീലയില് ഏർപ്പെട്ടിരുന്ന അവര് അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നമ്മൾക്ക് വേണ്ടി ഈ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ ആ ഗുരുവിനെ നമ്മൾ സ്മരിച്ചില്ല, പിന്നെ ആരെയാണ് സ്മരിക്കുന്നത്? അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഗുരു അഷ്ടം ദിവസവും ചൊല്ലണം. ബുക്ക് എടുത്ത് വെച്ച് നോക്കി ചെല്ലാം, മൊബൈലിനകത്ത് ചെല്ലാം. 3 നേരം ഞാൻ പറഞ്ഞു, 1 നേരമെങ്കിലും ചൊല്ലുക. മംഗലാരത്തിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അവിടെ ചൊല്ലുക, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് വീട്ടിലും ചൊല്ലുക. എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ അപ്പോഴൊക്കെ ഗുരുവിനെ സ്മരിക്കുക. നാമം ജപിക്കുമ്പോൾ ഗുരുവിനെ ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് നാമം ജപിക്കുക. എല്ലാവർക്കും ഗുരുവിന്റെ ഒത്തിരി കൃപ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഗുരു അഷ്ടകം നിർത്തുകയാണ്. അടുത്ത ക്ലാസ് എന്ത് വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചില്ല. 1-2 ദിവസം മുമ്പ് ഞാൻ മാതാജിയോട് പറയാം. അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച എന്ന് പറയുന്നത് 29. രാധാഷ്ടമി 31-നാണ്. കുഴപ്പമില്ല, അപ്പൊ 29 ക്ലാസ് എടുക്കാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി നന്ദിയും കടപ്പാടുമുണ്ട്. നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഗുരു അഷ്ടമൊക്കെ വായിക്കാനും പഠിക്കാനും പറ്റിയത്. നമ്മളെ പുതിയ വിഷയമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ചോദിക്കുക, പറയുകയൊക്കെ ചെയ്യാം. വഴക്ക് പറയാണ്ട് ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഞങ്ങളുടെ പ്രഭുവിനോട് കടപ്പെട്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ഒന്നും അറിയില്ലാത്ത ഞങ്ങൾക്ക് ഇതിന്റെ ഗുരു അഷ്ടകം വെറുതെ ചൊല്ലുണ്ട്, അല്ലാണ്ട് ഒന്നും അറിയില്ല. അത് പ്രഭു ഇത്രയും വളരെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഇമ്പോർട്ടൻസ്, ഗുരുവിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു തന്ന് ഞങ്ങളുടെ ഒന്നും കേറാത്ത തലയിലേക്ക് ഇത്രയെങ്കിലും മനസ്സിലാക്കി തരാൻ സാധിച്ചതിന് ഗുരുവിന്റെ പാദങ്ങൾ പ്രണമിക്കുന്നു, പ്രഭുവിന്റെ പാദങ്ങൾ പ്രണമിക്കുന്നു. അത്രയും വലിയൊരു തത്വമാണ് പ്രഭു പറഞ്ഞു തന്നത്. പ്രഭുപാദിന്റെ പാദങ്ങളിലാണ്. പ്രഭുപാദ് ഇല്ലെങ്കിൽ നമ്മൾ ആരും കാണില്ല. ഇങ്ങനെയുള്ള അവസരം അദ്ദേഹത്തിനെ സ്മരിക്കുക. ആ സാക്രിഫൈസ്, ആ ത്യാഗം നമ്മൾ സ്മരിക്കുക. 2, നിങ്ങളാണ് ഭിത്തി. ആ ഭിത്തി ഉള്ളത് കൊണ്ടാണ് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഭിത്തി ഇല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റില്ല. ഞാൻ കടപ്പെട്ടിരിക്കുന്നു എല്ലാവരും. പ്രത്യേകിച്ച് എനിക്ക് ഇന്ദുമതി മാതാജിയുടെ ജീവിതം ഒരിക്കലും മറന്നില്ല. മാതാജിയാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചതും ഇങ്ങനൊരു അവസരം തന്നതും. ഞാൻ മാതാജി പ്രണമിക്കുന്നു. ഹരേ കൃഷ്ണ. അതെ, ഞങ്ങൾക്കും അതൊരു മഹാഭാഗ്യമായി പ്രഭു. ഞങ്ങൾക്ക് അങ്ങനെ ഇത്രയൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് പ്രഭു അത് ഇത്രയും നന്നായി വിവരിച്ചു തന്ന് മനസ്സിലാക്കി തരാൻ സാധിച്ചതിൽ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. പിന്നെ പ്രഭു, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞ പോലെ ആ ജപത്തിന് എനിക്ക് ഇതുവരെ ഒന്നും താല്പര്യമൊന്നും തോന്നിയിട്ടില്ല. എന്തോ ഒരു വഴിപാട് തീർക്കുന്ന മട്ടിലൊക്കെയാണ് ജപം. എനിക്ക് അറിയണില്ല, പ്രഭു പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ ലെവലിലേക്കൊന്നും ഉയർന്നിട്ടില്ല. ജപിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കണം. 1, അപരാധങ്ങൾ അറിയാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം. നാമാപരാധമാകാം, വൈഷ്ണവപരാധമാകാം, സേവാപരാധമാകാം, ഗുരു അപരാധമാകാം. 1. 2, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അപരാധത്തിന്റെയാണ്. അപരാധത്തിനോടൊപ്പം തന്നെ നമ്മൾ ഇത് എന്തെങ്കിലും സേവ ചെയ്യണം. അടുത്ത് സെൻട്രൽ അമ്പലം ഇല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഭഗവാനെ ദിവസം ഒരു മാല കെട്ടി കൊടുക്കാൻ. സേവയും അപരാധം, സേവയുണ്ട്, അപരാധം ഇല്ലെങ്കിൽ ടേസ്റ്റ് ഓട്ടോമാറ്റിക്കലി വരും. 2, ഇതിന് മരുന്നെന്ന് പറഞ്ഞാൽ എന്ത്? ചാണ്ട് മോക്ക്, കൂടുതൽ ജപിക്കുക. ശ്രീമദ് ഭാഗവതത്തില് ഒരു 10ാമത്തെ സ്കന്ധത്തില് 14ാമത്തെ 8ാമത്തെ ശ്ലോകമുണ്ട്. വളരെ പ്രസിദ്ധ ശ്ലോകമാണ്. തത്വ അനുകമ്പാസു സമീക്ഷമാണോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷമയോട് കാത്തിരിക്കണം. ഇല്ല, പാമ്പിന്റെ കടിച്ചു കഴിഞ്ഞാൽ പാമ്പിൻ വിഷത്തിന് വിഷം കൊടുക്കണം. ഇതിന് ഒറ്റ മാർഗ്ഗമുണ്ട്, കൂടുതൽ ജപിക്കുക. 16 നാൾ 8 എന്നുള്ളത് 16 ആക്കാൻ നോക്കുക, 16 നാൾ 22 ആക്കാൻ കൂട്ടിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തി ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് മാല പിടിച്ചിട്ടുണ്ടോ ആ വ്യക്തിയുടെ അതിന്റെ ടേസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഒരു ദിവസം വന്നിരിക്കും. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം, അത്രേ ഉള്ളൂ. ഇട്ടിട്ട് പോരും. അതുപോലെ തന്നെ ജപിക്കുമ്പം നമുക്ക് ശ്രദ്ധ വന്നില്ല,
അതൊക്കെ വന്നില്ല. വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അവസ്ഥ അതാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ മായയ്ക്കും പ്രതിയുടെ 3 ഗുണത്തിൽ അധീനമായിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഒരുപാട് അപരാധങ്ങളുണ്ട്. ക്രമേണ ക്ലീനിങ് പ്രോസസ്സ് വളരെ പതുക്കെയാണ്, വളരെ പതുക്കെ. അതുകൊണ്ട് അതിനകത്ത് വെറിയാണ്ട സമയമെടുക്കും. ഓക്കെ മാതാജി. ശരി പ്രഭു. ഇടയ്ക്ക് മാത്രം അങ്ങനെ വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ഒരു നല്ലൊരു ഫീലിംഗ് തോന്നിയിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നതല്ല സത്യത്തിൽ, ഇടയ്ക്കിടയ്ക്ക് നല്ലതായിട്ട് നമുക്ക് തോന്നുകയാണ്. അത്രേ അതെന്താ, ഉള്ളൂ. ഈ ആടിനെയും കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ കാലത്തൊക്കെ ആടിനെ വണ്ടി വന്ന സമയത്ത് ഒരു തൂപ്പ് കയ്യിലിങ്ങനെ പിടിക്കും, ഇല എന്തെങ്കിലും കയറിന്റെ അറ്റത്ത്. അത് ആട് ഈ തൂപ്പ് കിട്ടാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഭഗവാൻ നമുക്ക് ഇച്ചിരി നല്ല ഒരു എക്സ്റ്റസി തരും. അതെ, അതേ പിടിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ജപിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശുദ്ധമായിട്ടല്ല അത് പിന്നെ വരുന്നത്. അത് കൃഷ്ണന്റെ കൃപയാണ്, ഇട്ടിട്ട് പോരുത്. അപ്പൊ അത് പ്രതീക്ഷിച്ച നമ്മൾ പോകുന്നത്. അപ്പൊ അതില്ലാത്ത അവസ്ഥ നമ്മൾ എന്ത് വിചാരിക്കും, എടാ ഇപ്പൊ എനിക്ക് ടേസ്റ്റ് കിട്ടുന്നില്ല, ഇപ്പൊ എന്റെ ജപം ശരിയാവുന്നില്ല. ജപം അന്നും ശരിയല്ലായിരുന്നു, ഇന്നും ശരിയല്ല, അത് സമയമെടുക്കും. ബട്ട് ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ ഇങ്ങനെ ഓരോന്ന് ഇട്ട് തരും, ഓരോ പീസ് നമുക്ക് ഇട്ട് തരും. നല്ല ചില ദിവസം നമുക്ക് രോമാഞ്ചം കൂടെ, ചില ദിവസം ജപം, ചില ദിവസം ജപിക്കുമ്പോൾ നമുക്ക് പലതും അറിയാൻ പറ്റും, കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ആ നാമരൂപ ഗുണലീല പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല, ആ അവസ്ഥയിൽ എത്തും നമ്മൾ. ആ യാത്ര ഇച്ചിരി ലംബായാണെന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാം. ഓക്കെ, നരോത്തം പ്രഭു, ആർക്കും ഒന്നും പറയാനില്ല, നമുക്ക് നിർത്താം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വൈഷ്ണവന്ദനം. കൃപാ സിന്ധുഭ്യേവ പതിതാനാഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗൗര പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു വെരി മച്ച്. ഹരി ബോൾ. ഹരേ കൃഷ്ണ.